ദൈവനാമത്തിന് മഹത്വം. തിയോ ടോക്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2026 പുതുവത്സരാശംസകൾ ആദ്യമായിട്ട് നിങ്ങളെല്ലാവരും അറിയിക്കുകയാണ്. ഇന്ന് നമ്മളൊരു പ്രത്യേക വിഷയമായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുന്നു. ഇന്ന് എന്നോടൊപ്പം ഉള്ളത് ഡോക്ടർ ഫിനി കുരുവിള. അദ്ദേഹം വടവാതൂരുള്ള ശാലയം ബൈബിൾ സെമിനാരിയുടെ പ്രിൻസിപ്പളായിട്ട് സേവനമനുഷ്ഠിക്കുന്ന ദേവദാസനാണ്. ദേവദാസനെ സ്വാഗതം. ഇന്ന് 2024 ആദ്യത്തെ ഞങ്ങളുടെ ഒരു പോഡ്കാസ്റ്റാണ്. ഞങ്ങൾ കഴിഞ്ഞ ഒരു വർഷം ചില മാസങ്ങൾ പല വിഷയങ്ങൾ പ്രേക്ഷകരുടെ മുമ്പിലേക്ക് എത്തിക്കുകയുണ്ടായി. തിയോളജിക്കലായിട്ടുള്ള വിഷയങ്ങൾ, ഉപദേശപരമായ വിഷയങ്ങൾ, അതുപോലെ തന്നെ പ്രാക്ടിക്കലായിട്ടുള്ള പ്രായോഗികമായിട്ടുള്ള വിഷയങ്ങളൊക്കെ ഞങ്ങൾ കഴിഞ്ഞ ചില മാസങ്ങൾ സംസാരിച്ചു വരികയായിരുന്നു. ഇന്ന് നമ്മൾ ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത് പ്രായോഗികമായ സഭാവിശ്വാസികൾ അറിഞ്ഞിരിക്കേണ്ട, ദൈവമക്കൾ അറിഞ്ഞിരിക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. വളരെ കാതലായ ഒരു വിഷയമാണ്. എന്നാൽ ഏറ്റവും അധികം തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുന്ന ഒരു വിഷയം കൂടെയാണ്. അത് മറ്റൊന്നുമല്ല, ഹോളിനെസ്, വിശുദ്ധി എന്നുള്ള വിഷയമാണ്. ബൈബിളിൽ അതിന് വളരെ പ്രാധാന്യമുണ്ട്. ബൈബിൾ വിശുദ്ധിക്ക് പ്രാധാന്യം നൽകുന്നു. പക്ഷേ നമുക്ക് പലപ്പോഴും അതിനെക്കുറിച്ചുള്ള ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ട്. അതിനെക്കുറിച്ച് അല്പനേരം ഒന്ന് സംസാരിക്കാമെന്നാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ എന്താണ് വിശുദ്ധിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ പെട്ടെന്ന് നമ്മളെല്ലാവരും മലയാളി പെന്തക്കോസ്ത് സഭയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവരായതുകൊണ്ട് തന്നെ ഒരു പോപ്പുലറായിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ് വിശുദ്ധിയെക്കുറിച്ച് പെട്ടെന്ന് വരുമ്പോൾ ഓർക്കുമ്പോൾ എന്താണ് മനസ്സിലേക്ക് വരുന്നത്? നമ്മുടെ മലയാളി പെന്തക്കോസ്ത് വിഭാഗത്തിൻ്റെ കാഴ്ചപ്പാടിൽ വിശുദ്ധി എന്ന് പറയുന്നതിന് കുറച്ചുകൂടെ ലീഗലിസ്റ്റിക് ആയിട്ടുള്ള, നിയമവാഴ്ചാപരമായിട്ടുള്ള ഒരു സമീപനമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം പുറത്തു നിന്ന് ഫോഴ്സ് ചെയ്തിട്ട് ഇതൊക്കെയാണ് വിശുദ്ധി എന്ന് കാണിച്ചിട്ട് ഒരു സ്യൂഡോ സ്പിരിച്വാലിറ്റി അല്ലെങ്കിൽ ഒരു സ്യൂഡോ വിശുദ്ധീകരണം എന്നുള്ള നിലയിൽ ആണോ വരുന്നത്? കാരണം അകത്തില്ലാത്ത കാര്യങ്ങളെ പുറത്ത് കാണിക്കാനായിട്ട് ഉള്ളതായ ഒരു ശ്രമം ആണ് എന്ന് എനിക്ക് തോന്നാറുണ്ട്. പലപ്പോഴും നമ്മളെ വെള്ള വസ്ത്രം ധരിക്കുന്നു, നമ്മളെ മീശ പഠിക്കുന്നു, അല്ലെങ്കിൽ ആഭരണം ഉപേക്ഷിക്കുന്നു, അതുപോലെയുള്ള മറ്റു പല 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 കാര്യങ്ങൾ. മാത്രമല്ല, നമ്മൾ എന്നിട്ട് മറ്റുള്ളവരെ എല്ലാം നമ്മൾ എല്ലാം മോശക്കാരാണെന്ന്, അവർക്കൊന്നും അശുദ്ധരാണെന്നുള്ളൊരു, ഞാൻ വിശുദ്ധൻ അശുദ്ധൻ എന്നൊരു വേർതിരിവ് നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുക്കുന്നതായിട്ട് പലപ്പോഴും കണ്ടിട്ടുണ്ട്. അങ്ങനെ ഒരു ഡിസ്റ്റൻസ് നമ്മൾ കീപ്പ് ചെയ്യുന്നുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് തോന്നുന്നു നമ്മൾ മലയാളി പെന്തക്കോസ്ത് സമൂഹത്തിൻ്റെ ഒരു പ്രത്യേകത, നമ്മളൊരു കാലഘട്ടത്തിലൂടെ ഇങ്ങനെ ഉരുത്തിരിഞ്ഞ് വന്നവരാണ്. അപ്പം ആ കാലഘട്ടത്തിൽ കുറച്ച് വർഷം കൂടെ പുറകോട്ട് പോവുകയാണെങ്കിൽ ആ കാലഘട്ടത്തിൽ ഈ പാസ്റ്റർ പറഞ്ഞതുപോലെ തന്നെ മീശ എടുക്കുക, വെള്ളവസ്ത്രം ധരിക്കുക, ആഭരണം ഉപേക്ഷിക്കുക, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അവർ ചെയ്യുക. എനിക്കിതൊരു കോണ്ടെക്സ്റ്റ് ഉണ്ടായിരുന്നു ആ സമയത്ത്. അതിനൊരു പുറകിലൊരു പർപ്പസ് അവർ കണ്ടിരുന്നു. പക്ഷെ കാലം മാറിക്കഴിഞ്ഞപ്പോഴത്തേന് എന്തിനു വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നതെന്നുള്ള ആ ഒരു കാഴ്ചപ്പാട് മാറിയിട്ട് ഇതൊരു പാരമ്പര്യമായിട്ട് ഇത് ചെയ്യുക. അപ്പം എനിക്ക് അന്ന് അപ്പച്ചന്മാരെ സംബന്ധിച്ചിടത്തോളം അവർ ആഭരണം ഉപേക്ഷിച്ചതിന് പിന്നിൽ ലാളിത്യമായിരുന്നു അവർ ശ്രദ്ധ കേന്ദ്രീകരിച്ചെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷെ ഇന്ന് ലാളിത്യം പ്രകടിപ്പിക്കാനായിട്ട് ഇന്നത്തെ സമൂഹത്തിന് മറ്റൊരു കാഴ്ചപ്പാടുണ്ട് ലാളിത്യത്തെക്കുറിച്ച്. കേവലം ആഭരണം ഉപേക്ഷിക്കുന്നതിലൂടെ മാത്രം ലാളിത്യം ഉണ്ടാകുന്നില്ല, സ്വഭാവത്തിൽ ലാളിത്യം ഉണ്ടാകത്തിടത്തോളം കാലം. എനിക്ക് തോന്നുന്നു ഈ പ്രിൻസിപ്പിൾ മറന്നിട്ട് പ്രാക്ടീസ് നടക്കുന്നുണ്ട്. പ്രിൻസിപ്പിൾ മറന്നു എന്തുകൊണ്ടാണ് ചെയ്യുന്നത് എന്നുള്ളത് എനിക്ക് അതാണ് ദേവദാസ് ഉദ്ദേശം തോന്നുന്നു. കാതലായ ആ ഒരു വിശുദ്ധി എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വാഴ്ത്തപ്പെട്ടവനെ കർത്താവ് തന്നെയാണല്ലോ അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണം. കാരണം അന്ന് നിലനിന്നിരുന്നതായ ഒരു ശക്തമായ ഒരു നിയമവാഴ്ചയുടെ സമയത്താണ് കർത്താവ് വരുന്നത്. കാരണം പരീശന്മാരും ശാസ്ത്രിമാരും അന്നുണ്ടായിരുന്ന തൽമൂദും അന്നുണ്ടായിരുന്നതായ തോറായും ഇതെല്ലാം വളരെ ശക്തമായിട്ട് അന്ന് നിലനിന്നിരുന്ന ഒരു കാലഘട്ടം. മാത്രമല്ല റബനിക് ഇൻ്റർപ്രിട്ടേഷൻ്റെ ഒക്കെ വളരെ ശക്തമായൊരു കാലഘട്ടം. ആ കാലഘട്ടത്തിൽ ഈ ടെമ്പിൾ ലോ എന്ന് പറഞ്ഞാൽ ശാസ്ത്രിമാരും പരീശന്മാരും അതുപോലെ ജനങ്ങളെ അടിച്ചേൽപ്പിക്കുന്നതായ, ഇമ്പോസ് ചെയ്യുന്നതായ കുറെ നിയമങ്ങളുണ്ടായിരുന്നു. ശബത്തിക് ലോ, അല്ലെങ്കിൽ മറ്റേ ടച്ച് നമുക്ക് സ്പർശിക്കാവുന്നത്, പോകാവുന്നത്, തൊടാവുന്നത്, എടുക്കാവുന്ന, കഴിക്കുന്നത്. അതുകൊണ്ടാണ് പൗലോസ് ഇടയ്ക്ക് തോന്നുന്നത് ഈ തുടരുത്, പിടിക്കരുത്, അദ്ദേഹത്തിന്റെ ആ ഒരു കാഴ്ചപ്പാട്. അതിനെ കർത്താവ് ബ്രേക്ക് ചെയ്തില്ലേ? കാരണം വെച്ചാൽ
കർത്താവ് കുഷ്ഠരോഗിയെ കണ്ടിട്ട് അവനൊക്കെ തൊടുക ചെയ്തു. കറക്റ്റ് കറക്റ്റ്. ഒരിക്കലും കുഷ്ഠരോഗി എന്ന് പറയുന്ന ആളെ പുറത്ത് പാളയത്തിന് പുറത്ത് താമസിപ്പിക്കുവാൻ വേണ്ടി ജനത്തിന്റെ അടുക്കൽ നോട്ടി അകറ്റി നിർത്തുന്ന എക്സ്കമ്മ്യൂണിക്കേറ്റ് ചെയ്ത ആളെ അവരെ സംബന്ധിച്ചുള്ളത് ചിന്തിക്കാൻ പോലും കഴിയുന്ന ഒരു കാര്യം പറ്റത്തില്ല. യേശു ചെയ്യുന്നവരെ സംബന്ധിച്ചുള്ള എക്സ്കമ്മ്യൂണിക്കേറ്റ് ചെയ്ത ആളിനെ തൊടുക, തൊട്ട് അവനെ സൗഖ്യമാക്കുക. അപ്പൊ ആ തൊടുമ്പോൾ ആ തൊടുന്ന ആ കണ്ടു നിൽക്കുന്നവരുടെ ഇടയിൽ എന്താണ് ഈ വിശുദ്ധിയെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് മാറുന്നത്. രണ്ടാമത് കർത്താവ് ചെയ്ത ശമര്യ സ്ത്രീയുടെ അടുക്ക പോകുന്നു. കാരണം ശമര്യയിൽ കൂടെ ജനങ്ങള് ഗലീലയിലും യഹൂദിയിലേക്കും പോകുന്ന ആൾ ശമര്യയിൽ കൂടെ പോലും പോകാതെ ശമര്യ ചുറ്റിയാ വന്നോണ്ട് അൺടച്ചബിൾ ആയിരുന്നു. ആ കമ്മ്യൂണിറ്റിക്ക് അകത്തേക്ക് കർത്താവ് ഇൻഫിൽട്രേറ്റ് ചെയ്യുമായിരുന്നു. ശരിക്കും പറഞ്ഞാൽ അതിനകത്തോട് ഇടിച്ചങ്ങ് കയറുമായിരുന്നു. കയറിയിട്ട് അവിടെ ഏറ്റവും ലോ ലെവലിലുള്ള ലോ പ്രൊഫൈലിലുള്ള ഒരു സഹോദരിയായിരുന്നു ശമര്യക്കാരത്തെ സ്ത്രീ. അവളോട് കർത്താവ് സംസാരിക്കുകയും അവളെ ശമര്യ ദേശത്തിന്റെ ഒരു വാക്താവായിട്ട് അതിന് കർത്താവിലേക്ക് ജനങ്ങളെ അടുപ്പിക്കാനുള്ള സ്രോതസ്സായിട്ടും കർത്താവ് ഉപയോഗിച്ചില്ലേ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ കർത്താവ് എന്താണ് വിശുദ്ധി കാണിച്ചത്? കർത്താവ് പുറമേയുള്ള ഒരു വിശുദ്ധിയും കാണിച്ചില്ല. കർത്താവ് പറഞ്ഞു, ഈ പരീശന്മാർ പുളിച്ച മാവ് നിങ്ങൾ എന്ത് ചെയ്യണം? സൂക്ഷിക്കണം. കാരണം അവർ പുറമേ വലിയ വിശുദ്ധി കാണിക്കുകയും പുറമേ വലിയ പഠനത്തിന് ചന്തയിലും തിരുക്കോണുകളിൽ നിന്നൊക്കെ പ്രാർത്ഥിക്കുകയോ ഉപസിക്കുകയൊക്കെ ചെയ്യുമെന്ന് പറയുകയും അതേസമയം അവര് ജീവിതത്തിന്റെ താളുകളിൽ അവരുടെ രഹസ്യ ജീവിതത്തിൽ അല്ലെങ്കിൽ അവരുടെ മറ്റൊരു അവരുമായിട്ട് ബന്ധപ്പെട്ട പണപരമായിട്ടൊക്കെയുള്ള കാര്യങ്ങൾക്കകത്ത് വരുമ്പോൾ അവരവിടെ യാതൊന്നും ഒരു മൊറാലിറ്റിയും അവിടെ ഇല്ല. എനിക്ക് തോന്നുന്നു നമ്മളിപ്പം പ്രവചന പുസ്തകങ്ങൾ വായിക്കുമ്പോഴാണേലും ഈ സിയോഡോ ഹോളിനെസ്സിനെ കുറിച്ച് പ്രവാചകന്മാരെല്ലാം സംസാരിക്കുന്നുണ്ട്. കാരണം അവർ ഉപവസിക്കുന്നവരാണ്, ഇസ്രായേൽ മക്കൾ യാഗം കഴിക്കുന്നവരാണ്. പക്ഷേ പ്രവാചകന്മാരെല്ലാം പറയുന്നത്, നിങ്ങൾ ജനത്തിന് നീതി കൊടുക്കുന്നില്ലെങ്കിൽ, അടിമകൾക്ക് വേണ്ട സ്വാതന്ത്ര്യം നൽകുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ പീഡിതന്, വിധവമാർക്ക്, അപ്പൊ ഇത്തരത്തിലുള്ള മനുഷ്യന്റെ ശരീരത്തെ സംബന്ധിക്കുന്ന, മനുഷ്യന്റെ സാമൂഹ്യമായ കാഴ്ചപ്പാടുകളൊക്കെ സംബന്ധിക്കുന്ന വിഷയങ്ങളായിരുന്നു എനിക്ക് അവര് പ്രവാചകന്മാർ പോലും അരുതുകളുടെ ലോകമായിരുന്നു അവർക്കുണ്ടായിരുന്നത്, അരുതുകളുടെ ലോകം. പക്ഷെ ക്രിസ്തീയ ജീവിതത്തിൽ നമുക്ക് ലഭിക്കുന്ന ഫ്രീഡം എന്ന് പറയുന്നത് അത് ഈ ലീഗലിസം അല്ല. ഈ അത് നമ്മുടെ ഗലാത്യയിലെ പൗലോസ് കൃത്യമായിട്ട് പറയുന്നുണ്ട്, ന്യായപ്രമാണത്തിന്റെ ബന്ധനത്തെ നമ്മളെ സ്വതന്ത്രമാക്കി. ന്യായപ്രമാണം എന്ന് പറയുന്നത് ലോയാണ്, നിയമമാണ്, നിയമവാഴ്ചാപരമാണ്, എല്ലാം നിയമത്തിന്റെ കണ്ണുകളിലൂടെ കാണുന്നത്. നിയമവും അതിന്റെ ശിക്ഷയുമുണ്ട്. എന്നാൽ പുതിയ നിയമം എന്ന് പറയുന്നത് നിയമമല്ല, പുതിയ നിയമം കൃപയാണ്, കവനന്റാണ്. അത് മറ്റേ ലോയും ഇത് കവനന്റുമാണ്. ഇത് കുറച്ചുകൂടെ പറഞ്ഞാൽ കൃപയാണ് ഇതിനകത്ത്, ഗ്രേസ് ആണ് ഇതിനകത്ത് വരുന്നത്. അവിടെ വരുമ്പോഴേക്കും അവിടെ നമ്മൾ കാണുന്ന പൗലോസ് പറയുന്നുണ്ട്, നമ്മളെ നയിക്കുന്നത് നിയമമല്ല, നമ്മളെ നയിക്കുന്നത് നമ്മുടെ പ്രമാണം ഉള്ളിലാണ്, ഹൃദയത്തിലാണ്. എഴുതപ്പെട്ട പ്രമാണമല്ല, നമ്മൾ വായിച്ച് അത് അനുസരിക്കുകയല്ല. അതുകൊണ്ട് തന്നെ മറ്റുള്ള ആളുടെ മുമ്പിൽ നമ്മൾ പ്രകടിപ്പിക്കേണ്ട കാര്യമില്ല. നമ്മൾ മറ്റുള്ള മുമ്പിൽ ഷോ ഓഫ് അല്ലെങ്കിൽ എക്സ്പോസ് ചെയ്യേണ്ട കാര്യം വരുന്നില്ല. മറിച്ച് ഇത് നമ്മുടെ ഉള്ളിൽ എഴുതിയിരിക്കുന്ന പ്രമാണമായതുകൊണ്ട് തന്നെ ഈ പ്രമാണത്തിന് അതിൻ്റെതായ നിലയിലുള്ള ഒരു ജെന്യൂനിറ്റി ഉണ്ട്. മറ്റേന് ജെന്യൂൻ എന്ന് പറയാനൊക്കത്തില്ല. കാരണം എൻ്റെ ഉള്ളിൽ ഞാൻ ഒന്നായിരിക്കുകയും മറ്റൊന്ന് ചെയ്യാൻ ഞാൻ നിർബന്ധിതനാകുകയും ചെയ്യാം. ശരിയാ. എനിക്ക് തോന്നുന്നു അവിടെ നമ്മൾ ഈ മത്തായി 5:6-7 ഗിരിപ്രഭാഷണത്തിൽ പറയുന്ന പോലെ നമുക്ക് തോന്നും കർത്താവ് ഈ നിയമത്തെ കഠിനമാക്കിയെന്ന് തോന്നുന്നു. അങ്ങനെയല്ല. വാസ്തവത്തിൽ നമുക്കറിയാമല്ലോ, അവര് ഈ പ്രവൃത്തികളുടെ ലോകത്താ. പ്രവൃത്തി മാത്രം വിശുദ്ധമായിരിക്കണം. മനസ്സ് എങ്ങനെയായാലും കുഴപ്പമില്ല, സ്നേഹമില്ലെങ്കിലും കുഴപ്പമില്ല, ബാക്കി പുറമെയുള്ള കാര്യങ്ങൾ ഭംഗിയായാൽ മതി. പക്ഷെ എനിക്ക് തോന്നുന്നു പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ 5:6-7 കർത്താവ് പറയുന്നത് നിങ്ങളുടെ പ്രവൃത്തി കൊണ്ടല്ല നിങ്ങൾ നീതീകരിക്കപ്പെടുന്നത്. പ്രവൃത്തികളല്ല അവിടുത്തെ വിഷയം. നിങ്ങളുടെ അന്തരാത്മാവില് അകത്തളത്തിൽ ഉണ്ടാകേണ്ട ഒരു മാറ്റത്തെക്കുറിച്ച്, രൂപാന്തരത്തെക്കുറിച്ച്. അവിടെയാണ് സഹോദരനെ കൊല്ലുകയല്ല നിസാരാന്ന് വിളിക്കുന്നിടത്ത്. അപ്പൊ എനിക്ക് തോന്നുന്നു നമ്മുടെ ഹൃദയം രൂപാന്തരപ്പെടണമെന്നും ആന്തരിക വിശുദ്ധിയാണ്, ബാഹ്യവിശുദ്ധി അല്ല നമ്മൾ പ്രാധാന്യം കൊടുക്കും. പക്ഷെ അവിടെ എനിക്കൊന്ന് പ്രത്യേകിച്ച് നമ്മളെ തന്നെ ഒന്ന് ക്രിട്ടിക്കലി ഇവാലുവേറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ പരാജയപ്പെട്ടു എന്നാ തോന്നുന്നത്. നമ്മൾ പുറമേയുള്ള വിശുദ്ധിക്ക് കുറച്ച് കൂടുതൽ. അത് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ അകമയുള്ള വിശുദ്ധിക്ക് നമ്മളെ അകമയുള്ള പ്രമാണത്തിന് നമ്മൾ നിർബന്ധിതരാണെങ്കിൽ നമ്മൾ അകമയുള്ളത് പുറത്തും നമ്മൾ കാണിക്കും, പുറത്തും കാണിക്കും. ശരിക്കും പറഞ്ഞാൽ അതാ വിശുദ്ധി എന്ന് പറയുന്നത്. അപ്പം നമുക്ക് അവിടെ പറയുന്ന പൗലോസ് ഗുരുതലേഖനത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട്, ആത്മീയനോ സകലത്തെയും വിവേചിക്കുന്നു, അവൻ ആരാലും വിവേചിക്കപ്പെടുന്നില്ല. എന്ന് പറഞ്ഞാൽ അവനെ ഒരാൾ കറക്റ്റ് ചെയ്യേണ്ടതായിട്ട് വരുന്നില്ല, പുറമേ നിന്നുള്ളൊരു ഫോഴ്സ് അവന് വരുന്നില്ല, ഒരു നിർബന്ധം അവന് വരുന്നില്ല. അതേസമയം അവന് ഇതിനകത്ത് നിന്നെല്ലാം, അപ്പം ചിലർ ചോദിക്കാറുണ്ട്, പക്ഷേ കള്ളു കുടിക്കുന്നതിന് കുഴപ്പമുണ്ടോ?
കള്ളു കുടിക്കുന്ന കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചാൽ കള്ളു കുടിക്കുന്ന കുഴപ്പമുണ്ടോ ഇല്ലയോ അവിടെ ചോദ്യം എന്നുള്ളൊരു വരുന്നില്ല. ചോദ്യം വരുന്നില്ല. അവിടെ ഒരു ചോദ്യം വരുന്നില്ല. ദൈവാത്മാവിൽ നടക്കുന്നവന് അത് തിരിച്ചറിയാണ്. തിരിച്ചറിയുക. ഇപ്പോൾ ഒരാൾ ചോദിക്കുക, ഞാൻ അങ്ങനെ പോകുന്നത് ശരിയാണോ, ഇങ്ങനെ പോകുന്നത് ശരിയാണോ, അത് ചെയ്യുന്നത് ശരിയാണോ, ഇതൊന്നും നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. അവന് തന്നെ പറഞ്ഞു കൊടുക്കുക. അതിനെ സാറേ ക്ലിയർ കോൺഷ്യസ് എന്ന് പറയും. അതെ, പറഞ്ഞു കൊടുക്കുക മാത്രമല്ല, എനിക്ക് തോന്നുന്നു ഇപ്പം വീഡിയോ വലിക്കുന്നത് തെറ്റാണോ എന്ന് ചോദിക്കുമ്പോൾ ബൈബിളില് വാക്യം ഉണ്ടോ എന്നാ ചോദിക്കുന്നത്. ഇപ്പൊ ബൈബിളിൽ വാക്യം ഉണ്ടാകേണ്ട കാര്യമില്ല. ഇപ്പൊ ദൈവാത്മാവിൽ നടത്തുന്നവന് അവനാ തിരിച്ചൊരു കർത്താവ് കൊടുക്കുകയാണ് വാസ്തവത്തിൽ. അപ്പം എനിക്കൊന്ന് ആ ഒരു ദൈവാത്മാവിൽ നടത്തപ്പെടുന്ന നിലയിലേക്ക് ആളുകളെ മാറ്റുമ്പോൾ എനിക്കൊന്ന് അവിടെ ഭയം ഉണ്ടാകുന്നില്ല. മനുഷ്യൻ ഭയത്തിൽ നല്ല അനുസരണം ഉണ്ടാകും, ദൈവസ്നേഹത്തിൽ നിന്നാണ്. ദൈവത്തോടുള്ള സ്നേഹം, മറ്റുള്ളവരോടുള്ള സ്നേഹത്തിൽ നിന്നാണ് അത് ഉണ്ടാകുന്നത്. എനിക്ക് തോന്നുന്നു, ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ പറയാറുണ്ട്, നമ്മൾ ഈ അരുതുകളുടെ ലോകത്ത് ജീവിക്കുന്നതുകൊണ്ട് നമ്മുടെ ഹോളിനെസ്, വിശുദ്ധി എപ്പോഴും ഈ നെഗറ്റീവ് ഹോളിനെസ് എന്ന് പറയാറുണ്ട്. എന്ന് പറഞ്ഞാൽ ഞാൻ ഇന്ന കാര്യം ചെയ്യുന്നില്ല, ഞാൻ ഇപ്പോൾ സിനിമ കാണുന്നില്ല, ഞാൻ ബീഡി വലിക്കുന്നില്ല, ഞാൻ പിന്നെ മദ്യ ഷോപ്പിൽ പോകുന്നില്ല, അതുപോലെ തന്നെ ഞാൻ മറ്റു കാര്യം വെറിക്കൂത്തുകൾ ഇടപെടുന്നില്ല, ഇല്ല 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 എന്ന് പറയുന്ന ഒരു നെഗറ്റീവ് ആസ്പെക്റ്റ് ഉണ്ടല്ലോ. പക്ഷെ മറിച്ചൊരു ചോദ്യമുണ്ട്, അതിന് പകരം നമ്മൾ എന്തുവാ ചെയ്യുന്നത്? ഞാൻ സിനിമ കാണുന്നില്ല, ഓക്കെ, അത് നല്ല കാര്യം. പക്ഷെ ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു? അതിന് പകരമായിട്ട് എന്ത് ചെയ്യുന്നു? അതിന് പകരമായിട്ട് അപ്പോൾ പോസിറ്റീവ് ആസ്പെക്റ്റ് ഹോളിനെസ്, എനിക്കൊന്ന് ദൈവവചനം പരിശോധിക്കുമ്പോൾ ഇല്ല എന്നുള്ള ആ നെഗറ്റീവ് ഹോളിനെസ്സിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഞാനിങ്ങനെ ഇടയ്ക്ക് പറയാറുണ്ട്. ഇപ്പം നമ്മുടെ ഈ ദേവാലയത്തിൽ ഉപയോഗിച്ചിരുന്ന തൊട്ടി, ആ മന്ദിരത്തിൽ ഉപയോഗിച്ചിരുന്ന സമാഗമന കൂടാരത്തിലിരുന്ന തൊട്ടി പോലും വിശുദ്ധമാണെന്നാണ് പറയുന്നത്. അപ്പൊ തൊട്ടിക്ക് എങ്ങനെ വിശുദ്ധമാകാൻ പറ്റുന്നത്? ആ ബക്കറ്റ്, അവിടെ ടേബിൾ വിശുദ്ധമാണെന്നാണ് പറയുന്നത്. അപ്പൊ ടേബിൾ വീട് വലിക്കാത്തോണ്ടാണോ ടേബിൾ വിശുദ്ധമാകുന്നത്? അല്ല. അപ്പൊ ആ നെഗറ്റീവ് അവിടെ പർപ്പസ്, അതാണ് സാർ പറഞ്ഞാണ് കറക്റ്റ്. പർപ്പസ് അവർ ചെയ്യുന്നു. അപ്പൊ ആ ടേബിളിൽ എന്തിനു വേണ്ടിയാണ് ടേബിൾ ഉപയോഗിക്കപ്പെടുന്നത്? ഇപ്പൊ പർപ്പസ് ഈസ് അവർ ഹോളിനെസ്. ഇപ്പൊ ദൈവമക്കളുടെ പർപ്പസ് എന്താണെന്ന് തിരിച്ചറിഞ്ഞ് ഞാൻ എന്ത് ചെയ്യുന്നില്ല എന്നുള്ളതിനേക്കാൾ ഉപരി എന്തിനു വേണ്ടി ഞാൻ വിളിക്കപ്പെട്ടിരിക്കുന്നത്, ആ പർപ്പസ് നമ്മൾ ചെയ്യുന്നുണ്ടോ? അതിനകത്തൊരു പ്രധാനപ്പെട്ട കാര്യം വെച്ചാൽ നമ്മുടെ സ്പിരിച്വൽ ഗ്രോത്ത് ഇതിനൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മുടെ സഭകൾക്കകത്ത് ഈ വിശ്വാസികൾക്ക് ഒരു ആത്മീയ വളർച്ച എത്രമാത്രം ഉണ്ടാകുന്നുണ്ടോ എന്നുള്ളത് വളരെ നമ്മളെ ചിന്തിപ്പിക്കുന്ന ഒരു കാര്യമാണ്. സ്പിരിച്വൽ ഗ്രോത്തിന്റെ ഒരു ലെവലിലേക്ക് വന്നു കഴിയുമ്പോഴേക്കും അവിടെയാണ് നമുക്ക് ക്രിസ്ത്യൻ ഫ്രീഡം, മെച്യൂരിറ്റി ഉണ്ടാകുന്നത്. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന ഒരു ഗുണം എന്നാന്ന് ചോദിച്ചാൽ, നമ്മുടെ ഇപ്പം സാറ് മുമ്പേ പറഞ്ഞല്ലോ, നമ്മുടെ കൊല ചെയ്യരുത്. ഇപ്പം വ്യഭിചാരം, സ്ത്രീയെ നോക്കുന്നവൻ മോഹത്തോടെ നോക്കുന്നവൻ ചെയ്തു കഴിഞ്ഞു ഓൾറെഡി. അപ്പൊ ഈ ചിന്ത നമ്മുടെ മനസ്സിനകത്ത് നിന്ന് ഉരുത്തിരിയുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് അതിനകത്ത് ഇടപെടുക. അതുകൊണ്ടാണ് ആന്തരിക വിശുദ്ധി. അങ്ങനെ വരുമ്പോ പിന്നെ ആ വ്യക്തിക്ക് ഒരിക്കലും ആ ഒരു കണ്ണോടെ ഒരാളെ കാണാൻ പറ്റത്തില്ല. അവിടെയാണ് വിശുദ്ധീകരണം എന്ന് പറയുന്നത്. നമ്മളെ ആസ് ഇറ്റ് ഈസ് ടോട്ടൽ ട്രാൻസ്ഫോർമേഷൻ, ഒരു പൂർണ്ണ രൂപാന്തരം വരുക, ക്രിസ്തുവിലായി തീരുക. ക്രിസ്തു അതാ പൗലോസ് ആ കൊരിന്ത്യർ 2-ാം എഴുതി തീർക്കും പറയുന്നത്, നാമോ ക്രിസ്തുവിന്റെ മനസ്സുള്ളവരാകും എന്ന് പറഞ്ഞാൽ നിർത്തുന്നേ. അത് വളരെ ഡീപ്പായിട്ടുള്ള ചിന്ത. എത്ര ഭയങ്കര. ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ പറയാറുണ്ട്, എന്റെ ഭാര്യയുടെ മനസ്സ് എനിക്ക് അറിയത്തില്ല, എന്റെ പിള്ളേരുടെ മനസ്സ് എനിക്ക് അറിയുന്നത് വരത്തില്ല. അപ്പൊ എന്റെ മനസ്സ് പോലും ചിലപ്പോൾ എനിക്ക് കൃത്യമായിട്ട് പിടിയിടും. അപ്പൊ അവിടെയാണ് ദൈവത്തിന്റെ മനസ്സ് അറിയുന്നവരെന്ന് പറയുമ്പോഴത്തേക്ക് എത്ര ആഴത്തിലുള്ള ബന്ധമാണ് കർത്താവ് നമുക്ക് സ്ഥാപിതമായിരിക്കും. ആ പെരിക്കോപ്പെ തുടങ്ങുന്നത് ആത്മാവ് ദൈവത്തിന്റെ ആഴങ്ങളെ ആരായുന്നു എന്ന് പറഞ്ഞാൽ തുടങ്ങുന്നത്. ദൈവത്തിന്റെ ആഴങ്ങളെ ആരായുന്നു. അങ്ങനെ തുടങ്ങിയിട്ട് വന്നിട്ട് ആത്മീയൻ സകലത്തെയും വിവേചിക്കുന്നു, ആത്മീയമായത് ഞങ്ങൾ വെളിപ്പെടുത്തി കൊടുക്കുന്നു. ഇതെല്ലാം ഇങ്ങോട്ട് വന്നിട്ട് പറയാണ്, ആ വളർച്ചയുടെ ഒരു പൂർണ്ണതയിലേക്ക് വരുമ്പോൾ പറയാണ്, നാമോ ക്രിസ്തുവിന്റെ മനസ്സുള്ളവരാകും. അപ്പൊ ക്രിസ്തുവിന്റെ ഒരു മനസ്സ് നമുക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ ആരും നമ്മളെ പഠിപ്പിക്കേണ്ടി വരുന്നില്ല, ആരും നമ്മളെ ഉപദേശിക്കേണ്ടി വരുന്നില്ല. ശരിക്കും പറഞ്ഞാൽ ആ ഒരു സ്പിരിച്വൽ ഗ്രോത്തിലേക്ക് നമ്മുടെ സഭയെ നമുക്ക് കൊണ്ടുവരാൻ കഴിയാതെ പോകുന്നതിന്റെ പ്രധാന കാരണം ലീഗലിസമാണ്. ലീഗലിസം വരുമ്പോഴേക്കും അരുതുകളുടെ ലോകം. അപ്പൊ ആൾക്കാരുടെ ഒരു ചിന്ത എന്നാന്ന് ചോദിച്ചാൽ, ഇത് മതി, ഇതാ വിശുദ്ധി. ഏതാ? ഞാൻ വെള്ളയുടുപ്പിടുന്നതാ വിശുദ്ധി, മീശ വടിക്കുന്നതാ വിശുദ്ധി. ഒരിക്കലും ഞാൻ ഓർക്കുന്നു, ഞാനൊരിക്കലും ഒരു മീറ്റിങ്ങിൽ സംസാരിച്ചു, ഒരു മാസത്തിൽ. അപ്പം ഞങ്ങളുടെ സെൻട്രൽ മാസ്റ്റർക്ക് അന്ന് വയ്യാഞ്ഞോണ്ട് ഞാനന്ന് ബൈബിൾ കോളേജിൽ പഠിക്കുന്ന സമയം അദ്ദേഹം എന്നോട് പറഞ്ഞു, പിന്നെ ഇന്നൊരു മെസ്സേജ് പറയണം. പെട്ടെന്ന് അബ്രപ്റ്റായിട്ട് പറഞ്ഞപ്പോൾ ഞാനങ്ങ് ഷോക്കായിപ്പോയി. ഞാൻ വിളിച്ചാൽ ഇവിടെ ഒരുപാട് പാസ്റ്റർമാരുണ്ടല്ലോ, അവരെയൊക്കെ വിളിക്കാൻ പോലെ. അപ്പം അല്ല, നീ പറഞ്ഞാൽ മതി. അപ്പം അത് കഴിഞ്ഞ് എനിക്ക് സെൻട്രൽ മാസ്റ്റർ മെയിൻ മെസ്സേജ് എനിക്ക് സമയം തന്നു. ഞാനന്നൊരു ദൈവനെ സംസാരിച്ചു പരിശുദ്ധാത്മാവിനെ. അത് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇന്ന് രാവിലെ ധ്യാനിച്ച അതേ പോർഷൻ പരിശുദ്ധാത്മാവിൻ്റെ കോളിലേഷൻ. ഇത് കഴിഞ്ഞ് വളരെ അനുഗ്രഹിക്കപ്പെട്ടൊരു മെസ്സേജ് പറഞ്ഞു. അത് കഴിഞ്ഞ് പ്രിയ സെൻട്രൽ മാസ്റ്റർ എന്നിട്ട് ചില കാര്യങ്ങൾ പറഞ്ഞു. വളരെ
അത് ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഒരാളിനോട് പറഞ്ഞു, പിന്നെ സാറിൻ്റെ മെസ്സേജൊക്കെ നല്ലതായിരുന്നു, പക്ഷേ ഈ ഹാഫ് കൈ ആ ഹാഫ് കൈ ഒന്ന് മാറ്റം കേട്ടോ, ഫുൾ കൈ ആക്കിയിരുന്നെങ്കിൽ ഇച്ചിരി നന്നായിരുന്നു. ഞാൻ അങ്ങനെ എനിക്ക് സത്യം എനിക്ക് സങ്കടം തോന്നി ആ മനുഷ്യനോട്. ഞാൻ പറഞ്ഞു, ഇതാണ് നമ്മുടെ ലോകത്തിൻ്റെ കാഴ്ചപ്പാട്. ഇപ്പോൾ നമ്മൾ ആത്മീയത എന്തെന്ന് പറയുകയും അതേസമയം ആത്മീയതയെ മുഴുവൻ നമ്മൾ വിലയിരുത്തുന്നത് ന്യായപ്രമാണം കൊണ്ടാണ്. അതെ നമ്മൾ പുതിയ നിയമത്തിൻ്റെ സ്വാതന്ത്ര്യം നമ്മൾ അനുഭവിക്കുകയും ന്യായപ്രമാണത്തിൽ നമ്മൾ നടക്കുകയും ചെയ്യുക. ഇതിലേതെങ്കിലും ഒന്ന് പോരെ? അതെ അതെ, എനിക്ക് തോന്നുന്നു ഇപ്പോഴും ആ നിയമങ്ങളുടെ ചുറ്റുപാടിലാണ് നമ്മൾ മനുഷ്യനെ കൊണ്ട് ബന്ധിച്ചിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു അതിനകത്ത് പൗരോഹിത്യം എന്നൊരു കാഴ്ചപ്പാടുണ്ടെന്ന് തോന്നുന്നു. നമ്മൾ ഇപ്പോഴും ആ ഒരു പൗരോഹിത്യ വാഴ്ച മനുഷ്യരെ, വിശ്വാസികളെ അല്ലെങ്കിൽ ക്രിസ്തു ശിഷ്യരെ ക്രിസ്തുവിന്റെ സ്വാതന്ത്ര്യത്തിലേക്ക് വിടാതെ നമ്മളിപ്പോഴും ഒരു പൗരോഹിത്യം എടുത്തുകൊണ്ട്, അപ്പം ആ ഒരു മേധാവിത്വം എടുത്തുകൊണ്ട്, കാരണം ഇവര് ക്രിസ്തുവിന്റെ സ്വാതന്ത്ര്യത്തിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ പൗരോഹിത്യം നിലനിൽക്കുന്നില്ല. പക്ഷെ ആവശ്യമില്ല. അപ്പൊ അവിടെയാണ് രാജ്യം. പൗലോസ് പറയുന്നുണ്ട്, വിശ്വാസം, മാനസാന്തരം, സ്നാനം, ഉയർപ്പ്, ഇങ്ങനെയുള്ള ആദ്യ പാഠങ്ങളെ വിട്ടിട്ട് ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനപൂർത്തി പ്രാപിക്കാൻ പറ്റും. ഇപ്പൊ നമ്മുടെ സഭയിലെ പ്രസംഗം മുഴുവൻ പേടിപ്പിക്കുന്ന പ്രസംഗങ്ങളാണ്. എല്ലാം കർത്താവ് വരും നീ പോകത്തില്ല, അല്ലെങ്കിൽ മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ നീ നരകത്തിൽ പോകും, ഇങ്ങനെയുള്ള പ്രസംഗങ്ങളാ ശരിക്കും പറഞ്ഞാൽ. പക്ഷെ എനിക്ക് തോന്നുന്നു നമ്മുടെ അവിടെയാണ് എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ ന്യൂ ജനറേഷൻ സഭകള് ജനങ്ങളെ ആകർഷിച്ചു തുടങ്ങിയത്. അതിന് മറ്റൊരു എക്സ്ട്രീമിലേക്ക് അത് പോകുന്നുണ്ടെങ്കിൽ കൂടെ എനിക്ക് തോന്നുന്നു അവിടെ, കാരണം ഇന്നത്തെ യൗവനക്കാരെ സംബന്ധിച്ചിടത്തോളം, ചെറുപ്പക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു കാലഘട്ടം മാറിയിരിക്കുക. അവരെ സംബന്ധിച്ചിടത്തോളം ഞാൻ പലരെയും കണ്ടിട്ടുണ്ട്, പിന്നെ ഇത്തരത്തിലുള്ള സമൂഹത്തിൽ പോകുന്ന പല കുഞ്ഞുങ്ങളെയും കണ്ടിട്ട്, യൗവനക്കാരെ കണ്ടിട്ടുണ്ട്. അവർ തീവ്രമായിട്ട് കർത്താവിനെ സ്നേഹിക്കുന്നതായിട്ട് എനിക്ക് ഞാൻ പലരെയും കണ്ടിട്ടുണ്ട്. കർത്താവിനെ സ്നേഹിക്കുന്നു, ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കുന്നു, ആരുടെയും പ്രേരണയില്ലാതെ പ്രാർത്ഥിക്കുന്നു, ഒറ്റയ്ക്കിരിക്കുമ്പോൾ അന്യഭാഷയിൽ സംസാരിക്കുന്നു, ദൈവിക സാന്നിധ്യം അനുഭവിക്കുന്നു. പക്ഷെ പലപ്പോഴും നമ്മുടെ പാരമ്പര്യ സമൂഹത്തിനകത്ത് പറയുന്നതിൽ ദുഃഖമുണ്ട്. കാരണം നമ്മൾ ഉൾപ്പെട്ട് നിൽക്കുന്ന സമൂഹത്തിനകത്ത് പലപ്പോഴും പരപ്രേരണ കൂടാതെ ഇത് ചെയ്യാനായിട്ട് നമ്മുടെ യൗവനക്കാർ പോലും തയ്യാറാകുന്നില്ല. എനിക്ക് അതാണ് ഇവിടെ സാറ് പറഞ്ഞതുപോലെ തന്നെ ഈ ക്രിസ്തുവിലുള്ള സ്വാതന്ത്ര്യത്തിലേക്ക് ഇവരെ നമ്മൾ കൊണ്ടുപോകുന്നതിൽ പരാജയപ്പെട്ടു. ആ ദൈവാത്മാവിൽ നടത്തപ്പെടുന്ന ഒരു മേഖലയിലേക്ക് ഇവരെ കൊണ്ടുപോകുന്നത് നമ്മൾ പരാജയപ്പെട്ടു. അവിടെ ഒരു പൗരോഹിത്യ വാഴ്ച ഇന്ന് നമ്മൾ നിലനിർത്തുന്നുണ്ട് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ അരുതുകളുടെ ലോകം, അരുതുകൾ എന്ന് പറയുന്നത് നിയമം എന്ന് പറയുന്നത് എപ്പോഴും ഒരു ഫെഡറേഷന്റെ അല്ലെങ്കിൽ ഒരു സംഘടനയുടെ അല്ലെങ്കിൽ ഒരു സംവിധാനം നിലനിർത്തിക്കൊണ്ട് പോകുക എന്നുള്ള നിയമത്തിന് ഒരു സംവിധാനം നിലനിർത്തണമെന്ന് നിയമം. എന്നാൽ അതേസമയം നമ്മൾ ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത് ഒരിക്കലും ഒരു സംവിധാനമല്ല, അതൊരു മൂവ്മെന്റാ. ഈ മൂവ്മെന്റിന് ഫെഡറേഷനുമായിട്ട് അല്ലെങ്കിൽ ഒരു സംഘടനയായിട്ട് ഇങ്ങനെ നമുക്കൊരു കുടുംബമാണെന്ന് കൂടെ പറയാം. കുടുംബത്തിനകത്ത് എഴുതപ്പെട്ട നിയമങ്ങളില്ല. പക്ഷെ എന്റെ ഭാര്യ, ഭർത്താവ്, അതുപോലെ അനുസരണമുള്ള, അതുപോലെ കീഴ്വഴക്കങ്ങളുള്ള സ്ഥലം വേറെ വല്ലതും. അപ്പൊ എനിക്ക് കുടുംബത്തിനകത്ത് കുഞ്ഞുങ്ങൾ പിതാവിനെ അനുസരിക്കുന്നു. ഞാൻ എന്റെ കുഞ്ഞുങ്ങൾക്ക് എഴുതി കൊടുത്തിട്ടില്ല ഇത്ര മണി ഞാൻ എഴുന്നേക്കണമെന്നോ അല്ലെങ്കിൽ എന്നെ ഇങ്ങനെ അനുസരിക്കണോ, ഞാൻ വരും എഴുന്നേറ്റിരിക്കണോ ഒന്നും. പക്ഷേ അവിടെ ആ സ്നേഹത്തിലുള്ള അനുസരണം, താഴ്മയൊക്കെ എനിക്ക് തോന്നുന്നു വാസ്തവത്തിൽ ആ ഒരു കുടുംബം എന്ന കാഴ്ചപ്പാടിലേക്ക്. സാർ മുമ്പേ പറഞ്ഞ പോലെ ഈ ന്യൂ ജനറേഷൻ ചർച്ചിൽ എല്ലാം കുറച്ചുകൂടെ എനിക്ക് തോന്നുന്നു ഒരു കർത്താവുമായിട്ട് അടുത്ത് വരാനായിട്ട് ജനത്തിന് കുറച്ചുകൂടെ സ്വാതന്ത്ര്യം ഉണ്ടെന്ന് തോന്നുന്നു, ഉണ്ടാകുന്നുണ്ട്. മറ്റേതെന്ന് പറയുമ്പോഴത്തേനും കർത്താവിൻ്റെ അടുക്കിലേക്ക് വരുമ്പോൾ നമ്മൾ ഒരുപാട് നിബന്ധനകൾ വെച്ചിട്ടുണ്ട് കർത്താവിൻ്റെ അടുക്കിലേക്ക് വരുന്നതിന്. പക്ഷെ കർത്താവ് ഈ നിബന്ധനകളൊന്നും വെച്ചോണ്ടല്ല കർത്താവ് നമ്മളെ വിളിക്കുന്നത്. കർത്താവിൻ്റെ അടുക്കിലേക്ക് വരാൻ ഒരു നിബന്ധനയില്ല. ആയിരിക്കുന്ന അവസ്ഥയിൽ പോകണം. ആയിരിക്കുന്ന അവസ്ഥ നമ്മളവിടെ ചെല്ലുമ്പോൾ കർത്താവിന്റെ പ്രസൻസിൽ കാര്യങ്ങളെല്ലാം ക്ലിയർ ആകും. ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ പറയാറുണ്ട്, ഇപ്പം ഈ മുടിയനായ പുത്രൻ വരുമ്പോഴേ അടുത്തുള്ള പൈപ്പിൽ കയറി പൈപ്പിന്റെ ചോട്ടിൽ പോയി കുളിച്ചേച്ചോ ഡ്രസ്സ് മാറിയിട്ടോ അല്ല വരുന്നത്. അയൽവക്കാരൻ്റെ അടുത്ത് പോയിട്ട് എനിക്കൊരു ഡ്രസ്സ് തരാമോ, എനിക്ക് അപ്പൻ്റെ വീട്ടിലോട്ട് തിരിച്ചു പോകണം, അങ്ങനെയല്ലോ വരുന്നേ. വീട്ടിലേക്ക് ആ സിറ്റീസ് പോയി വീട്ടിലാ പിന്നെ ട്രാൻസ്ഫർമേഷൻ സംഭവിക്കണം. നമ്മൾ സാധനം ഇങ്ങനെ പറയാറുണ്ട്, കൃപ നമ്മൾ ഇരിക്കുന്നിടത്തേക്ക് കൃപ ഇറങ്ങി വരികയും കൃപ വന്നു കഴിഞ്ഞാൽ നമ്മളെ അവിടെ ഉപേക്ഷിക്കാതെ ഉയർത്തിക്കൊണ്ട് പോവുകയും ചെയ്യും എന്നുള്ളതാണ്. അപ്പൊ അത് നമ്മുടെ ആളുകൾക്ക് മനസ്സിലായി കഴിഞ്ഞാൽ, നമ്മുടെ ചെറുപ്പക്കാർക്ക് മനസ്സിലായി കഴിഞ്ഞാൽ, ആ ഒരു നേരത്തെ പറഞ്ഞ കർത്താവിന്റെ അടുക്കലേക്ക് വരുന്നതിന് നമ്മളിപ്പം ഒരാൾ വന്നു കഴിയുമ്പോഴത്തേക്കും നമ്മൾ അവർക്ക് ഒരാൾ സഭയിലേക്ക് വരുന്ന ഒരു മദ്യപാനിയായിട്ട് ഒരാളാണെങ്കിൽ പോലും നമ്മൾ അവരെ വേണ്ട രീതിയിൽ ഒരു സഭയിലേക്ക് വന്ന് റിസീവ് ചെയ്യാനായിട്ട് പറ്റും. യേശുവിന്റെ അടുത്ത് വന്നവര് ആരൊക്കെയായിരുന്നു അല്ലേ അവരെ. അതേ ഈ സാർ ഞാൻ ന്യൂജൻ ചർച്ചിൽ ഞാൻ നോക്കുന്നു, വരുന്നവർക്ക് ആർക്ക് വേണമെങ്കിലും കർത്താവിൻ്റെ അടുക്ക് വരാം, ഏത് തരത്തിലുള്ളവർക്കും വരാം. പക്ഷെ അവരെ കർത്താവിൻ്റെ അടുക്കിലേക്ക് അവർ കൊണ്ടുപോകുന്നേ ഉള്ളൂ. അവരെ കുളിപ്പിക്കുന്നോ അവരുടെ മുടി വെട്ടുന്ന പരിപാടിയൊന്നും അവർക്കില്ല. അത് നമ്മളെന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ആദ്യം അവരെ കൊണ്ടുപോയി
മുമ്പ് പറഞ്ഞ പോലെ ഏതെങ്കിലും പൈപ്പിന്റെ ഒട്ടിക്കൊണ്ടുപോയി നന്നായിട്ട് നമ്മളെ കൊണ്ട് കഴിയാവുന്ന രീതിയിലൊക്കെ കഴുകി മുടിയൊക്കെ വെട്ടിച്ച് നമ്മളെ കൊണ്ടാകാവുന്ന രീതിയിൽ ഒരു നല്ല ഉടുപ്പൊക്കെ ഇടിച്ചാൽ കൊണ്ടുവന്നത്. ഈ കൊണ്ടിരുന്നത് കൊണ്ട് എന്താ പറ്റുമെന്ന് ചോദിച്ചാൽ ഈ കുളിപ്പീര് കഴിയുമ്പോഴത്തേന് ഇവന്റെ വിചാരം ഇവൻ ഓക്കെ ആയെന്നാ. അത് മാത്രമല്ല എനിക്കൊരു പരീക്ഷത്തോടെ കൊടുക്കുന്നുണ്ട്, ഒരു കപട സദാചാരം കൊടുക്കുന്നുണ്ട്. കാരണം അപ്പന്റെ ഫ്രണ്ടിലേക്ക് പോകണമെങ്കിൽ ഞാൻ പെട്ടെന്ന് ഒന്ന് മോടിയൊക്കെ മിനിക്ക് പോകണം. അല്ല, പക്ഷെ അപ്പന്റെ സാന്നിധ്യത്തിലുള്ള ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കുന്നില്ല. ഇവിടെ സംഭവിക്കുന്നത് വെച്ചാൽ ഇവന് ഈ കുളിയെല്ലാം കഴിഞ്ഞ് പൗഡറൊക്കെ ഇട്ട് കഴിയുമ്പോൾ ഇവന് തന്നെ നോക്കുമ്പോൾ ഇവൻ പഴയ ആളല്ല, ഓൾറെഡി മാറിയിട്ടുണ്ടല്ലോ. ഇനിയിപ്പം അപ്പന്റെ സാന്നിധ്യം ഇല്ലേലും അപ്പന്റെ വിശേഷ വസ്ത്രത്തിന്റെ ആവശ്യമില്ല എന്നൊരു ചിന്തയാണ്. പക്ഷെ മറ്റവനെ സംബന്ധിച്ചിടത്തോളം ഇല്ലാതെ പറ്റത്തില്ല. അപ്പം മാറ്റിയാലേ ഉള്ളൂ. അപ്പം തരുന്ന വിശേഷ വസ്ത്രമേ ഉള്ളൂ. ഇത്ര ഡീപ്പാന്ന് ഓർത്ത് നോക്കിയല്ലേ. അപ്പം തരുന്ന മോതിരേ ഉള്ളൂ, അപ്പം തരുന്ന ഭക്ഷണമേ ഉള്ളൂ. അപ്പം ടോട്ടലി ഡിപ്പെൻഡൻസ് ഓൺ ഗോഡ്. അപ്പം തരുന്ന സന്തോഷമേ ഉള്ളൂ. ഇവിടെ ഒരിക്കലും ഇവന് സന്തോഷം കിട്ടുന്നില്ല. ഇവന് കിട്ടേണ്ട സന്തോഷം ഇതിനകത്ത് കിട്ടുന്നില്ല. ഞാൻ തുറന്ന് പറഞ്ഞാൽ, സത്യം പറഞ്ഞാൽ, ഞാനിവർ പെന്തക്കോസ്ത് പാസ്റ്റർ മകനായിട്ട് ജനിച്ചു വളർന്ന ബൈബിൾ കോളേജിലൊക്കെ പഠിച്ച് സുവിശേഷങ്ങൾ ചെയ്തെങ്കിലും ഇത്തരത്തിലുള്ള ക്രിസ്തുവിലുള്ള സ്വാതന്ത്ര്യത്തെക്കുറിച്ച് തിരിച്ചറിയുന്നത് വളരെ ലേറ്റ് ആയിട്ടാണ്. കുറേ നാളുകൾ കഴിഞ്ഞിട്ടാണ് ഈ ക്രിസ്തുവിലുള്ള സ്വാതന്ത്ര്യം എന്താണെന്നും. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഞാൻ 2 ഫിയറിനിടയ്ക്കാണ് ജീവിച്ചുകൊണ്ടിരുന്നത്. ലിവിങ് ബിറ്റ്വീൻ 2 ഫിയേഴ്സ്. ഒന്ന് പിശാചിനോടുള്ള ഭയം, 2 ദൈവത്തോടുള്ള ഭയം. ഈ ദൈവത്തോടുള്ള ഭയം എന്ന് പറയുമ്പോഴത്തേന് ഒരു പോസിറ്റീവ് ആസ്പെക്ട് ഓഫ് ഒരു ഓവ് എന്നുള്ള ഒരു ബഹുമാനത്തിലുള്ള സ്നേഹത്തിലുള്ള പേടിയല്ല. ഒന്നേ ദൈവം എന്നെ അടിക്കും, അല്ലെ പിശാച് അടിക്കും. ഈ 2 പേരിൽ ഒരാൾ നമ്മളെ അടിച്ചിരിക്കും. ഇന്ന് ഒന്നിൽ പ്രാർത്ഥിച്ചില്ലെങ്കിൽ ഒന്നേ ദൈവം അടിക്കും. അപ്പൊ ദൈവം അടിച്ചില്ലെങ്കിൽ ഉറപ്പായിട്ടും പ്രാർത്ഥിക്കാതെ പിശാച് അടിക്കും. ഇതാണ് നമ്മുടെ സ്പിരിച്വാലിറ്റി വിശുദ്ധി കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് അത്യാവശ്യമുള്ള മിനുക്ക് പണികളൊക്കെ നടത്തി ഒരു മിനിമം റിക്വയർമെന്റ് എന്തൊക്കെയാണ് അടി കിട്ടാതിരിക്കാൻ, ഇതിലൂടെയാണ് സഞ്ചരിച്ചുകൊണ്ടിരുന്നത്. പിന്നീടാണ് ക്രിസ്തുവാണ് നമ്മുടെ പകരക്കാരൻ എന്നുള്ള വൈക്കാരിയസ് ഹ്യൂമാനിറ്റി ഓഫ് ക്രൈസ്റ്റ് എന്ന് നമുക്ക് പറയാം. നമുക്ക് പകരമായിട്ടുള്ള ക്രിസ്തുവിന്റെ ആ ഹ്യൂമാനിറ്റി, അവന്റെ പെർഫെക്റ്റ് ഒബീഡിയൻസിലാണ് ഞാൻ നീതീകരിക്കപ്പെടുന്നതെന്നും എൻ്റെ പ്രവൃത്തികൾ കൊണ്ടല്ല. അപ്പൊ അത് കുറെ കൂടെ കർത്താവിൽ ആശ്രയിക്കാൻ തുടങ്ങി. അപ്പൊ എനിക്ക് എൻ്റെ ഭയം അങ്ങ് മാറുകയാണ്. കാരണം ഇപ്പോൾ ഒരു ചെറിയ തെറ്റ് വന്നാൽ ഒന്നി എന്നെ ദൈവം അടിക്കും, അല്ലെങ്കിൽ പിശാച് അടിക്കും എന്നുള്ള പേടി മാറി. കാരണം പത്രോസിന് വീഴ്ച സംഭവിക്കുന്നതിന് മുമ്പേ പത്രോസെ നിന്നെ പാറ്റിക്കളയാൻ പിശാചിനോട് അനുവാദം ചോദിച്ചു, ഞാൻ കൊടുത്തില്ല. അപ്പം നമ്മൾ ചിലരോട് സംസാരിക്കാൻ പറയുന്നുണ്ട്, നിങ്ങൾക്ക് ചെറിയൊരു വീഴ്ച വന്നു, അപ്പോൾ ഉടനെ പിശാചിന്റെ മുമ്പിലോട്ട് അങ്ങ് എറിഞ്ഞു കൊടുക്കുക, നീ അടിച്ചോണ്ട് പൊക്കോ, അവനെ അടിച്ചോ എന്ന് പറയുന്ന ദൈവം അല്ല, ഒരു പിതാവാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോഴാണ് ആ ക്രിസ്തുവിന്റെ സ്വാതന്ത്ര്യത്തിലുള്ള രൂപാന്തരം ഉണ്ടാകുന്നത്. അവിടെയാണ് സന്തോഷം ഉണ്ടാകുന്നത് വാസ്തവത്തിൽ. പിതാവ് എന്നുള്ള ആ കൺസെപ്റ്റിലേക്ക് വരുമ്പോഴേക്കും നമുക്കുണ്ടാകുന്ന ഒരു കാര്യം, നമ്മളെ നയിക്കുന്നത് നമ്മൾ ഒരു പിതാവിൻ്റെ, നമ്മളൊരു വീട്ടിൽ വസിക്കുമ്പോൾ, നമ്മൾ ആ വീടിനകത്ത് ജീവിക്കുമ്പോൾ നമ്മളവിടെ അനുഭവിക്കുന്നത് മുഴുവൻ പിതാവിൻ്റെ സ്നേഹം. അവിടെ നമുക്ക് ലഭിക്കുന്നത് മുഴുവൻ പിതാവ്. ഏതൊക്കെ വിധത്തിൽ കിട്ടിയാലും, ഭക്ഷണമായി കിട്ടിയാലും, വസ്ത്രമായി കിട്ടിയാലും, അല്ലെങ്കിൽ നമുക്ക് ലഭിക്കുന്ന ലാളനയായാലും, നമുക്ക് ലഭിക്കുന്ന പണമായാലും, നമുക്ക് ലഭിക്കുന്ന പിതാവിൻ്റെ പിതൃസ്വത്തായാലും എല്ലാം. പക്ഷെ ഇന്ന് വേറൊരു കാര്യമുണ്ട്, നമ്മളിന്ന് ആൾക്കാർ നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ജീവിക്കുന്നത്? നമ്മൾ ജീവിക്കുന്നത് എന്തിനാന്ന്? സ്വർഗത്തിൽ പോകണം. നമ്മുടെ ലക്ഷ്യം എന്താ? സ്വർഗത്തിൽ പോകണം. എങ്ങനെയെങ്കിലും സ്വർഗത്തിൽ മിനിമം റിക്വയർമെന്റ് നമ്മൾ നോക്കുന്നത്. കാരണം വെച്ചാൽ നമ്മളെപ്പോഴും ഇന്ന് കർത്താവ് വന്നാൽ നീ പോവോ എന്നുള്ള ചോദ്യത്തിന് മുമ്പിലാണ് നമ്മൾ പലപ്പോഴും നമ്മളെ കൊണ്ട് കാണുന്നത്. അതേസമയം സ്വർഗത്തിൽ പോകുന്നതിനേക്കാൾ പ്രാധാന്യം എൻ്റെ കർത്താവുമായിട്ടുള്ള എൻ്റെ ഫെലോഷിപ്പാണ്, കൂട്ടായ്മയാണ്. കർത്താവ് എൻ്റെ കൂടെ ഉണ്ടോ, ക്രിസ്തുവിലായി മാറുക, എന്നിലായി മാറുക, ഞാൻ ക്രിസ്തുവിലായി മാറുക. റെസിപ്രോക്കലാണ്. ഞാൻ ആദ്യം ക്രിസ്തു എന്നിൽ വരുന്നു, ക്രിസ്തു എന്നിൽ വന്നു കഴിയുമ്പോൾ പിന്നെ ഞാൻ ക്രിസ്തുവിലായി മാറുമ്പോഴത്തേന് ഞാൻ ക്രിസ്തു ട്രാൻസ്ഫോർമേഷൻ വരിക. ഗ്രാജുവലി നമ്മൾ എന്ത് ചെയ്തോണ്ടിരിക്കുക? വിശുദ്ധീകരണം പ്രാപിച്ച് വരിക. പെന്തക്കോസ്ത് നാളിൽ ഈ 2 തീനാളം ഓരോരുത്തരുടെ തലയിൽ വന്നല്ലോ. അത് തീയല്ല, തേജസ്സാണ്. നമ്മളാർക്കും പറയേണ്ട കാര്യമില്ല. എന്തിനാ 2 തീനാളമായിട്ട് വന്നത്? കാരണം അതൊരു വർക്ക് തുടങ്ങുക. നമ്മളെ പൂർണ്ണമായ തേജസ്സിന്റെ, ക്രിസ്തുവിന്റെ തേജസ്സിന്റെ പൂർണ്ണത നമ്മൾ വെളിപ്പെടുത്തുക എന്നുള്ളത് പൗലോസ് പറഞ്ഞതിനാണ്. നമ്മൾ കണ്ണാടിയിൽ പ്രതിബിംബിക്കുന്നവരായി അതേ തേജസ്സിൽ നിന്ന് തേജസ്സിലേക്ക് ആത്മാവ് നമ്മൾ രൂപാന്തരപ്പെടുത്തുന്നു. തേജസ്സിൽ നിന്ന് തേജസ്സിലേക്ക് പോവുക. അപ്പൊ നമ്മളൊക്കെ വിചാരിച്ചിരിക്കും കർത്താവ് ഒരു അങ്ങ് പോകും. ഇല്ല, ഈ തേജസ്സിന്റെ വിശദീകരണ പ്രക്രിയ നമ്മൾ നടക്കുന്നുണ്ടെങ്കിൽ മാത്രമേ കർത്താവിന്റെ ഓരോ എടുക്കപ്പെടുത്തുള്ളൂ. കാരണം അതുകൊണ്ടാണ് പറഞ്ഞത്, തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് നാം എല്ലാവരും അവന്റെ സ്വരൂപത്തോടെ തേജസ് ഉള്ളിടത്ത തേജസ് വരുന്നത്. അപ്പൊ പരിശുദ്ധാത്മാവിന്റെ ഒരു പ്രവർത്തനം നമ്മളിലുണ്ട്. ആ പരിശുദ്ധാത്മാവ് ഒരിക്കലും നമ്മളെ ഒരു കപട ഭക്തിക്കോ കപട വിശുദ്ധിക്കോ വേണ്ടിയിട്ടല്ല, ആന്തരികമായ ശുദ്ധീകരണമാണ് പരിശുദ്ധാത്മാവ് ചെയ്യുന്നത്. നമ്മൾ ഞാൻ ഇടയ്ക്ക് ഒരു ഉദാഹരണം ഇങ്ങനെ പറയാറുണ്ട്, ഈ സാർ പറഞ്ഞതിനായിട്ട് ബന്ധപ്പെട്ട് തന്നെ ഈ മെറ്റാമോർഫോസിസ് എന്ന് പറയുമല്ലോ, നമ്മൾ ഈ ഒരു പ്യൂപ്പ ബട്ടർഫ്ലൈ ആയി രൂപാന്തരം കൊള്ളുന്നത്. അപ്പൊ ഈ ഷെല്ലിനകത്ത്
ഈ രൂപാന്തരം നടക്കുന്നത്. അതേ വാക്കാ പൗലോസ് അവിടെ ഈ തേജസ്സിന് രൂപാന്തരപ്പെടുന്നു പറയുന്നത്. അപ്പം ഈ ബട്ടർഫ്ലൈ ആയിട്ട് ഒരിക്കൽ പറക്കും. ആ പറക്കുന്ന ദിവസം വരെ എന്താ സംഭവിക്കുന്നത്? അകത്ത് രൂപാന്തരം നടന്നുകൊണ്ടിരിക്കുക. അപ്പൊ അതാരും കാണുന്നില്ല. അകത്ത് രൂപാന്തരം നടന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം അത് മരിച്ചു, മരിച്ചു, അത് പറക്കത്തുമില്ല. അപ്പൊ ആ ഒരു പ്രോസസ്സിലാണ് ആന്തരിക വിശുദ്ധിക്ക് അവിടെയാണ് അത് പ്രോഗ്രസീവാണ്. വാസ്തവത്തിൽ പ്രോഗ്രസീവാണ്. അല്ല, അത് ഒരിക്കലും സ്റ്റാഗ്നന്റ് അല്ല, പ്രോഗ്രസീവായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ സാറേ, ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, ഈ ഇസ്രായേൽ മക്കളുടെ ഈ ബാബേൽ പ്രവാസത്തിന് മുമ്പുണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ യെഹെസ്കേൽ പ്രവാചകൻ പ്രത്യേകം പറയുന്നൊരു കാര്യമുണ്ട്. ഈ സാമാന്യവും വിശുദ്ധവും തമ്മിലുള്ള തിരിച്ചറിവല്ല പോകുന്നു. കോമൺ ആൻഡ് സേക്രഡ്, ഇത് തമ്മിലുള്ളതായ വ്യത്യാസം. ഇന്ന് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ജനങ്ങൾക്ക് ഏതാ വിശുദ്ധി ഏതാ അശുദ്ധി എന്നൊന്നും തിരിച്ചറിയാൻ പറ്റുന്നില്ല. കാരണം ലീഗലിസം കൊണ്ടുവന്നിട്ട്, പക്ഷേ ലീഗലിസ്റ്റിക് ആയിട്ടുള്ളതായ കാര്യങ്ങൾ വരികയും അതോടൊപ്പം തന്നെ അതിനകത്ത് ഒരുപാട് ഇറ്ററേഷൻ വരികയും ചെയ്യുമ്പോൾ അപ്പൊ യഥാർത്ഥമായിട്ട് എന്താണെന്നുള്ളത് കൺഫ്യൂഷനാണ്. ഈ കൺഫ്യൂഷൻ മാറണമെന്നുണ്ടെങ്കിൽ ആത്മാവിൽ ലീഗലിസത്തിന് ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കും. കാരണം സാറ് ഒരു വിശുദ്ധി പറയുന്നു, പക്ഷെ സാറിന്റെ ജീവിതത്തിലെ വിശുദ്ധി കാണുന്നില്ല. അല്ലെങ്കിൽ മനുഷ്യരെ കാണിക്കാൻ വേണ്ടി കയറി വന്നു കഴിഞ്ഞാൽ അബദ്ധമാവുകയും ചെയ്യും. ആ വ്യക്തിയായിട്ട് കൂടുതൽ അടുത്ത് കഴിഞ്ഞാൽ അടുക്കണ്ടായിരുന്നു, ആ വ്യക്തിയുടെ അടുക്കലോട്ട് പോകണ്ടായിരുന്നു എന്ന് തോന്നുന്ന വിധത്തിലുള്ളതായ രീതി പുറമേ കണ്ടാൽ വലിയ വിശുദ്ധനാണ്. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ ഈ ആൾക്കാർക്ക് ഏതാണ് വിശുദ്ധി ഏതാണ് അശുദ്ധി എന്നുള്ളതിനെ കുറിച്ചൊരു കൺഫ്യൂഷനും ഈ ലീഗലിസത്തിന് ഉണ്ടാകുന്നുണ്ട്. എന്നാൽ അതേസമയം പരിശുദ്ധാത്മാവ് എന്ന് പറയുന്ന കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നില്ല. കാരണം പരിശുദ്ധാത്മാവ് ക്ലിയർ കട്ടായിട്ട് പറയും ഇത് തെറ്റാണ്, ഇതാണ് ശരി. കാരണം എന്ന് വെച്ചാൽ പരിശുദ്ധാത്മാവിന് മാത്രമേ അത് പറയാൻ പറ്റത്തുള്ളൂ. എനിക്കത് വിശുദ്ധിയുടെ അവസാന വാക്കെന്ന് പറയുന്നത് നമ്മൾ ക്രിസ്തുതുല്യരായി തീരുക എന്നുള്ളതാണല്ലോ. സാർ പറഞ്ഞതുപോലെ ആ രൂപാന്തരം, ആന്തരിക വിശുദ്ധി സംഭവിച്ച് നമ്മൾ ക്രിസ്തുതുല്യരായി തീരുന്ന, അപ്പം മിനിമം റിക്വയർമെന്റ് അല്ല നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എങ്ങനെയും സ്വർഗത്തിൽ പോകുക എന്നുള്ളതല്ല, മറിച്ച് ക്രിസ്തുതുല്യരായി തീരുക എന്നുള്ളതാണ്. അപ്പം ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ പറയുമ്പോൾ പറയാറുണ്ട്, പിന്നെ വി ആർ പ്രീ ഡെസ്റ്റൈൻഡ് ടു ബി കൺഫോം ടു ദി ഇമേജ് ഓഫ് ദ സൺ. പുത്രനോട് അനുരൂപരാകാൻ നമ്മളെ മുൻനിർണയിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പം നമുക്കൊരു ഡെസ്റ്റിനി ഉണ്ട്, ഒരു ഡെസ്റ്റിനേഷൻ ഉണ്ട്. അതൊരു സ്ഥലമല്ല, അതൊരു പേഴ്സണാണ്. അപ്പം വെൻ വി റീച്ച് ദെയർ വി ഷുഡ് ബി ലൈക്ക് ക്രൈസ്റ്റ്. നമ്മൾ ക്രിസ്തുവിലാകണം. ഇതാണ് നമ്മൾ ഓരോ ദിവസവും ചിന്തിക്കേണ്ടത്. അപ്പം അത് പുറമേ ഉള്ള വിശുദ്ധി കൊണ്ട് നമുക്കൊരിക്കലും ഇത് പുതിയ നിയമത്തിന്റെ കൺസെപ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഭയങ്കരമാണ് ഇതിന്റെ കൺസെപ്റ്റ്. ചർച്ച എന്ന് പറയുന്ന ആ സംഭവം തന്നെ ഹിയോസ് ആണ്. അത് ശരിക്കും പറഞ്ഞാൽ വേർപാടാണ്. വിശുദ്ധിക്ക് വേണ്ടിയിട്ട് വിളിച്ചു വേർതിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ ഈ വേർപാട് നമ്മൾ പറയും, എന്തിൽ നിന്നോ വിട്ടു നമ്മൾ, പക്ഷെ എന്തിനു വേണ്ടിയാണ് വിട്ടതെന്ന് അറിയത്തില്ല. അവിടെയാണ് നമ്മളിങ്ങനെ ഈ കായലിലും കടലിലും നടുക്കാണെന്ന് പറഞ്ഞ പോലെ ഇവിടെ ഈ സഭയുടെ പർപ്പസ്, അൾട്ടിമേറ്റ് പർപ്പസ് എന്ന് പറയുന്നത്, അതിന്റെ കൾമിനേഷൻ എന്ന് പറയുന്നത് ക്രിസ്തുവാകുന്ന വിശുദ്ധിയോട് ഇത് ചെന്ന് ചേരുമ്പോൾ അതിന്റെ ഇടയ്ക്ക് ഒരു ഗ്യാപ്പില്ല. അതിന്റെ ഇടയ്ക്ക് അത് സിംഗിൾ പേഴ്സണായി മാറുക. ക്രിസ്തുവിന്റെ വിശുദ്ധിയായി മാറുക. അവന്റെ അനുസരണമാണ്. ആ വിശുദ്ധി പ്രാപിക്കാനുള്ളതായ ഒരു പ്രിപ്പറേഷൻ ആണ് ഇവിടെ നടക്കുന്നത്. ഇവിടെ നമ്മള് ആ പ്രിപ്പറേഷന്റെ പൂർണ്ണത നമ്മളെ കൊണ്ട് സാധിക്കത്തില്ല. പരിശുദ്ധാത്മാവ് അതിനോട് ഒരുക്കി കഴിയുമ്പോൾ ഇൻ ബിറ്റ്വീൻ നമ്മൾ ആ വിശുദ്ധീകരണ പ്രക്രിയയിൽ, ആ പ്രോസസ്സിലായിരിക്കും ചിലപ്പോൾ നമ്മൾ കർത്താവിന്റെ അടുക്കിലേക്ക് പോകുന്നത്, മരണത്താലോ എങ്ങനെയോ. അങ്ങനെ നമ്മൾ കർത്താവിന്റെ അടുക്കിലേക്ക് പോകുമ്പോൾ അവിടെ വെച്ച് ബാക്കി കർത്താവ് ആ വിശുദ്ധീകരണത്തിന്റെ പൂർണ്ണത വെളിപ്പെടുക, തേജസ്സിനോട് കൂടെ വെളിപ്പെടുക. അവിടെയാണല്ലോ വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുക എന്നുള്ളതാണ് ഫുൾഫിൽമെന്റ്. ഫുൾനെസ് എന്ന് പറയുന്നത് ക്രിസ്തുവിലൂടെയാണ് ഫുൾനെസ് വരുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഇപ്പൊ നമ്മളിന്ന് സംസാരിച്ചത് നമുക്കൊരു സ്യൂഡോ ഹോളിനെസ് നമുക്കുണ്ട്. എനിക്കൊന്നും അത് പക്ഷേ കാലഘട്ടം കഴിയുന്നോറും കുറച്ച് മാറിക്കൊണ്ടിരിക്കുക. എനിക്കൊന്ന് ഇന്നത്തെ യൗവനക്കാര്, പുതുതലമുറ കുറച്ചുകൂടെ ഹോളിസ്റ്റിക് ആയിട്ട് കാര്യങ്ങളെ കാണുന്നത് കൊണ്ട് നമ്മൾ ഒരു കാലഘട്ടത്തെ കുറ്റം പറയുകയല്ല. വാസ്തവത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു കാലഘട്ടത്തിൽ വേർപാടിൻ്റെ ചില നിബന്ധനകളും മാനദണ്ഡങ്ങളും ഉണ്ടായിരുന്നു. പക്ഷേ അത് ആവശ്യമായിരുന്നു അന്ന്. അത് ആ പ്രിൻസിപ്പിൾ കൃത്യം അതാ പറഞ്ഞത്. ഇപ്പം നമുക്ക് ആഭരണം ഊരുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഒരു 3rd ജനറേഷൻ പെന്തക്കോസ്റ്റൽ ആഭരണം ഊരുന്നത് ഒരു പ്രാക്ടീസാണ്. പഴയ കാലത്ത് ആദ്യകാലങ്ങളിൽ പെന്തക്കോസ്തിന്റെ ആരംഭഘട്ടങ്ങളിൽ നമ്മുടെ അപ്പച്ചന്മാര് ആഭരണം ഉപേക്ഷിച്ചു, അവര് ലാളിത്യത്തിലേക്ക് വന്നു, പല കാര്യങ്ങൾക്ക്. അതുകൊണ്ട് തന്നെ അവർക്ക് സമൂഹത്തിൽ ഒറ്റപ്പെട്ട അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അത് ക്രിസ്തു നിമിത്തമാണെന്നുള്ളൊരു ധാരണ അവർക്കുണ്ടായി. ആദ്യകാലങ്ങളിൽ അത് അവര് അതിനോടുള്ള ബന്ധത്തിൽ അവർ വിശുദ്ധിയും സൂക്ഷിക്കുന്നുണ്ടായിരുന്നു. അവർക്ക് ആ ഒരു തത്വം ഉണ്ടായിരുന്നു. തത്വവും
അവരുടെ പെരിഫറലായിട്ടും സെൻട്രലായിട്ടും ഉള്ളായ ഒരു വിശുദ്ധി അവർക്കുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് ലാളിത്യ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് സെൻട്രൽ അങ്ങ് മാറി, അതാ പ്രിൻസിപ്പിൾ മാറി. പെരിഫറലായി. അതെ അതെ, പ്രിൻസിപ്പിൾ മാറി, പ്രാക്ടീസ് മാത്രം, പ്രാക്ടീസ് മാത്രമേ ഉള്ളൂ, പാരമ്പര്യമായി പോയി. പാരമ്പര്യമായി പോയി. കാരണം അതിന് അപ്പോഴാ ചോദ്യം വരുന്നത്, എന്തിനാ അതിനൊരു പ്രധാന കാരണമുണ്ട്. കാരണം ഇന്ന് ആഭരണം ഊരുക എന്നുള്ളത് ഒരു ലാളിത്യത്തിന്റെ ലക്ഷണമല്ല. ഭാഷ അല്ല. അല്ല. കാരണം ഇന്നിപ്പോ ബോളിവുഡിലേക്ക് നമ്മൾ നോക്കിയാൽ, ഇപ്പം നോർത്ത് ഇന്ത്യയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആഭരണം എന്നുള്ളതൊരു പ്രധാന കോൺസെപ്റ്റ് ആയില്ല. അല്ല തന്നെ നമ്മൾ ആഭരണം ഇടുകയും അതേപോലെ തന്നെ വില കൂടിയ അതിനേക്കാൾ കൂടിയ വാറും, ഉപയോഗിക്കുന്നു. അതിനെ വലിയ കോടികളുടെ വീടും അതുപോലത്തെ സാരി കൊടുക്കുകയും അതിനകത്ത് വലിയ കാര്യമൊന്നും. അപ്പം ലാളിത്യത്തിന് ഇന്ന് പുതിയൊരു ഭാഷ ഉണ്ടായിരിക്കുന്നു. അപ്പം എനിക്ക് നമ്മൾ അത് കുറച്ചുകൂടെ സ്വീകരിക്കേണ്ടിയിരിക്കുന്നത്. അപ്പോൾ നമ്മളൊരു കാലഘട്ടത്തെ കുറ്റം പറയുകയല്ല, കുറെ കൂടെ നമ്മൾ പുനഃപരിശോധിക്കണം. നമ്മൾ തിയോളജിക്കലി പറയുന്ന ഉപദേശങ്ങൾ എപ്പോഴും കാലത്തിന് അതീതമായിട്ട് സഞ്ചരിക്കുന്നതായിരിക്കണം. ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ മാത്രം ഒതുങ്ങുന്ന ഉപദേശങ്ങൾ സഭയെ അടിച്ചേൽപ്പിക്കരുത്. അത് ഹോളിസ്റ്റിക് ആയിരിക്കണം, യൂണിവേഴ്സൽ ആയിരിക്കണം. അതിപ്പോൾ അമേരിക്കയിലാണെങ്കിലും ആഫ്രിക്കയിലാണെങ്കിലും ഇന്ത്യയിലാണെങ്കിലും ഒരാൾക്ക് തുല്യമായി അനുസരിക്കാൻ കഴിയുന്നതായിരിക്കണം നമ്മുടെ ഉപദേശം. അപ്പോൾ ഹോളിസ്റ്റിക് ആയിരിക്കണം, യൂണിവേഴ്സൽ ആയിരിക്കണം. അപ്പോൾ ഈ കാലത്തിന് കോൺടെക്സ്റ്റിലായിരിക്കണം. അതെ, ഇപ്പോൾ കാലത്തിനധികം സഞ്ചരിക്കാനായിട്ട് കഴിയുന്നതായിരിക്കണം. ഏതായാലും വിശുദ്ധിയെക്കുറിച്ച് നമ്മൾ സംസാരിച്ചത്, ആന്തരിക വിശുദ്ധിക്കാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത്. ആന്തരിക വിശുദ്ധിയെ സംബന്ധിച്ചിടത്തോളം അത് പരിശുദ്ധാത്മാവിൽ മാത്രമേ കഴിയുകയുള്ളൂ. ആത്മാവിൽ നടക്കുക എന്നുള്ളതാണ് വിശുദ്ധിയുടെ പര്യായം എന്നാണ് നമ്മളിവിടെ കേട്ടത്. അതുപോലെ തന്നെ ഒരു നെഗറ്റീവ് ഹോളിനെസ്, എന്ത് ചെയ്യുന്നില്ല എന്നതിനേക്കാൾ ഉപരി എന്തിനു വേണ്ടി നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുന്നു, നമ്മുടെ പ്രവൃത്തി, സ്നേഹം, മറ്റുള്ളവരോടുള്ള നമ്മുടെ കരുതൽ, കരുണ ഒക്കെ വിശുദ്ധിയുടെ ഒരു ഭാഗമായി തീരണം. യഥാർത്ഥ വിശുദ്ധിയിലേക്ക് നമുക്ക് സഞ്ചരിക്കാം. ഞങ്ങളോടൊപ്പം ആയിരുന്ന, ഇത്രയും നേരം ഞങ്ങളോട് സംസാരിച്ച, വിലപ്പെട്ട നിർദ്ദേശങ്ങൾ നൽകിയ സാറിന് ഒരിക്കൽ കൂടെ നന്ദി അറിയിക്കുന്നു. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.